മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഫ്ലഡ് ലൈറ്റ് അഥവാ സ്പോട്ട് ലൈറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹാലജൻ ലൈറ്റുകൾ, MH ലൈറ്റുകൾ, അങ്ങനത്തെ ലൈറ്റുകളാണ് നമ്മൾ വലിയൊരു ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കാലം മാറിക്കഴിഞ്ഞപ്പോൾ LED ലൈറ്റുകൾ കാലമായി. അപ്പോൾ ഈ വക ഇപ്പം ഈ വാങ്ങിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന ലൈറ്റുകളാണ് ഇപ്പോൾ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത്. ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ഏകദേശം 150 വാട്ട്സ് കറണ്ട് ഇതെടുക്കുന്നുണ്ട്. അപ്പം അത് ഹെവിയാണ്. അപ്പോൾ ഇത് വെറും 30 വാട്ട്സിന് അത്യാവശ്യം നല്ല ഏരിയ കവറേജ് ചെയ്യുന്ന LED ഫ്ലഡ് ലൈറ്റുകളാണിതിപ്പോൾ. 1500 രൂപൻ്റെ അടുത്ത് വില വരുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളും വളരെ വെയിറ്റ് കുറഞ്ഞതും വെയിറ്റ്ലെസ് ആയിട്ടാണ് വരുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പം പഴയതുണ്ടെങ്കിൽ നമ്മൾ മാറ്റി ഇതേപോലെ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്പോട്ടും കാര്യങ്ങളൊക്കെ കറക്റ്റാക്കി നമ്മൾ നോക്കിയിട്ട് മാർക്ക് ചെയ്യുക. താഴെ നടുക്കത്തയിൽ വേണേൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കത്തക്ക രീതിയിൽ ചെയ്യാനാണെങ്കിൽ നടുക്കത്ത മാത്രം മതി. ഇല്ലെങ്കിൽ പെർമനൻ്റ് ആക്കി ചെയ്യാനാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ഡ്രിൽ എടുത്തിട്ട് ഹോൾ അടിക്കുകയാണ്. നമ്മൾ 5mm ബിറ്റിട്ടിട്ടാണ് ചെയ്യുന്നത്. 32ൻ്റെ പ്ലഗ് ഇട്ടിട്ട് പ്ലഗാണ് നമ്മളിതിലിടുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു സ്ക്രൂ ഇടുക. അതിന് ഒരു വാഷർ ഉണ്ടെങ്കിൽ നല്ലതാണ്. വാഷർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ ടൈറ്റായിരുന്നോളും. ഇതിൻ്റെ ലൊക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നടുക്കത്തെ മാത്രം മതി. പെർമനൻ്റ് ആക്കി ചെയ്യുന്നതുകൊണ്ടാണ് ഇതിൻ്റെ നമ്മൾ സ്പോട്ട് നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് 2 സ്ക്രൂയിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ ലൈനാണ് ഇപ്പോൾ തൊട്ടടുത്താണ് വന്ന് നിൽക്കുന്നത്. ഒന്ന് ന്യൂട്രലും ഒന്ന് ഫേസുമാണ്. ലൂപ്പായിട്ട് പോകുന്നതുകൊണ്ടാണ് 2 വയർ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കണക്ഷൻ കാര്യങ്ങൾ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ റെഡ് വയർ ലൈറ്റിൽ നിന്ന് വന്നത് ഫേസും, ബ്ലൂ വയർ ന്യൂട്രലും, ഗ്രീൻ വയർ ഗ്രൗണ്ടുമായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഗ്രൗണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു എന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ കറണ്ട് ബില്ല് ഒരുപാട് നമുക്ക് ലാഭിക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടമായ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷനായി നിങ്ങൾ ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക് യു.